മകളെ, ജെറുസലേം വചനകൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇതാ ഈ പ്രയർ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 7 ദിവസങ്ങളിലായി മാതാവിൻ്റെ 7 വ്യാകുലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയായിരുന്നു, ധ്യാനിക്കുകയായിരുന്നു. ഇതാ അടുത്ത ദിവസം മുതൽ മാതാവ് സന്ദർശിച്ച ഭവനങ്ങളിലേക്ക് നമ്മൾ യാത്രയാകും. നമ്മളുടെ ജീവിതത്തിൽ മാതാവിൻ്റെ വ്യാകുലങ്ങളെക്കുറിച്ച് ധ്യാനിക്കാനും ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിഞ്ഞതിന് ഓർത്ത് ദൈവത്തോട് ഞാൻ നന്ദി പറയുകയാണ്. ഇന്ന് ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന വചനം യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 42-ാം വാക്യം. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായി ഇരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. മാതാവിൻ്റെ 7ാമത്തെ വ്യാകുലം എന്താണെന്ന് ചോദിച്ചാൽ, ഈശോയുടെ തിരുശരീരം കല്ലറയിൽ സംസ്കരിക്കുന്നതാണ്. ലോക വസ്തുക്കളെ കൊണ്ടും ലോക അരൂപി കൊണ്ടും നിറഞ്ഞ നമ്മുടെ ഹൃദയത്തെ സംസ്കരിക്കണം. പഴയ മനുഷ്യനെ അതിൻ്റെ ചെയ്തികളോട് കൂടിയിട്ട് കുരിശിൽ തറയ്ക്കണം. എന്നാലാണ് പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കൂ. എപ്പോഴും പരാതി പറയുന്ന ഒരു സ്വഭാവം, പിറുപിറുക്കുന്ന സ്വഭാവം, പഴയകാല പാപ സുഖം മനസ്സിൽ താലോലിക്കുന്ന ഒരു പ്രകൃതി, എല്ലാവരെക്കുറിച്ച് മുൻവിധി നടത്തുക, വെറുതെ ഇരുന്ന് വ്യർത്ഥ സംഭാഷണം നടത്തുക, വിമർശന സ്വഭാവങ്ങൾ ഉണ്ടാക്കുക, ആർഭാടമായ ജീവിതം, ഇതിനെല്ലാം സംസ്കരിച്ചാൽ മാത്രമാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുതിയ ജീവൻ കുരുത്തു വരികയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകമായ വിധത്തിൽ ഇന്ന് നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ, ഭവനമില്ലാത്തവർ, വിവാഹ തടസ്സമുള്ളവർ, പ്രേമബന്ധത്തിൽ കുടുങ്ങിപ്പോയവർ, വിസ തടസ്സമുള്ളവർ, ഭൂമി വാങ്ങിക്കാനും വിൽക്കാനും തടസ്സമുള്ളവർ, വേർപാടിൻ്റെ ദുഃഖം ഇതുവരെയും വിട്ടുപോകാത്തവർ, പ്രകൃതി ദുരന്തങ്ങളിൽ അകപ്പെട്ടവർ, അപ്രതീക്ഷിതമായ സംഭവങ്ങൾ കുന്നുകൂടി മനസ്സ് മടുത്തിരിക്കുന്നവർ, എത്ര ചികിത്സിച്ചിട്ടും രോഗം കണ്ടുപിടിക്കാൻ പറ്റാത്തവർ, ഇവരെയൊക്കെ പ്രത്യേകമായി ഇന്നത്തെ പ്രാർത്ഥനയിൽ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ജീവിതത്തിലേക്കൊക്കെ യേശു കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഏറ്റവും വിലയേറിയ നിധി മനുഷ്യൻ്റെ ആത്മാവാണ്. ആദ്യം സ്വന്തം ആത്മാവിനെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുക, സംസ്കരിക്കുക, സക്രാരിയിൽ യേശുവുമായുള്ള ബന്ധം പുലർത്തുക, വചനധ്യാനത്തിലൂടെ അനുദിനം ഹൃദയത്തെ വിശുദ്ധീകരിക്കുക. ആത്മീയ ജ്ഞാനത്തിലും രഹസ്യ സുഹൃത അഭ്യാസനത്തിലും വളരുവാൻ ഈ 7 ദിവസം ദൈവം നമുക്ക് അനുഗ്രഹം നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. നാളെ മുതൽ മാതാവ് സന്ദർശിച്ച ഭവനങ്ങളെ നമ്മൾ കാണാൻ പോവുകയാണ്. എൻ്റെ അമ്മേ, എൻ്റെ ആശ്രമേ എന്ന് 7 പ്രാവശ്യം, അതോടൊപ്പം തന്നെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മനും സ്തുതി, അതും 7 പ്രാവശ്യം ചൊല്ലുവാനായിട്ട് പ്രത്യേകമായി അപേക്ഷിക്കുകയാണ്. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാ നിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.